രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ അതോ ജയിലിൽ പോകുമോ? ജയിലിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ നിരന്തരമുള്ള കേസുകൾ അത് ഒരു ശോഭകേടാണ് ഒരു അതെ. പക്ഷേ അദ്ദേഹത്തിന് ആ വാക്കുകളെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെ മറ്റു പലരും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെതിരെയൊന്നും കേസ് വരില്ല. കാരണം അവരൊരല്പം ലീഗൽ സെൻസ് ഉള്ളവരാണ്. കേസിൽ പെടാതെ ഇതേ കാര്യം എങ്ങനെ പറയാം എന്ന് അവർക്കറിയാം. നമ്പർ 2, അവരത്ര ഇമ്പോർട്ടൻ്റ് നേതാക്കളുമല്ല. ഇദ്ദേഹം ഒരു ടാർഗറ്റഡ് പൊളിറ്റിക്കൽ ലീഡറാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കണം. BJPയുടെ ഒരു ടാർഗറ്റാണ് രാഹുൽ ഗാന്ധി. അവർ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ വന്നാൽ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ഭൂലോകം മുഴുവൻ കറക്കും. ഇത് ഇദ്ദേഹം മനസ്സിലാക്കണ്ടേ. ഹി മസ്റ്റ് ബി കെയർഫുൾ. ഇദ്ദേഹം ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ അമിത്ഷായെ ക്രിമിനൽ കൊലപാതകി എന്നൊക്കെ വിളിച്ചു. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി അത് റദ്ദാക്കണമെന്നുള്ള ആവശ്യം തള്ളി. അത് സാധാരണ ഇതിൽ സംഭവിക്കുന്നതാണ്. ഈ കേസിൽ മെരിറ്റൊന്നുമില്ല, അതുകൊണ്ട് ഇത് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോകും. ഹൈക്കോടതി അത് സമ്മതിക്കില്ല. പോകുമ്പോൾ തന്നെ അറിയാം ഹൈക്കോടതി സമ്മതിക്കില്ല. ബട്ട് ജസ്റ്റ് ബൈ ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ സുൽത്താൻപൂരിൽ അവിടെ ഹാജരായിട്ട് അവിടെ ജാമ്യം എടുത്തു. ഇങ്ങനെ പലവിധ കേസുകൾ. ഇതുകൂടാതെ ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, UPയിലെ ചെറുപ്പക്കാരെല്ലാം കള്ളുകൂടിയന്മാരാണെന്ന് പറയും. നശേലി അങ്ങനെ പറയാമോ? UPയിൽ കേരളത്തിൽ കുടിക്കുന്നുണ്ട്, UPയിൽ കുടിക്കുന്നുണ്ട്, ബീഹാറിൽ കുടിക്കും. പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കള്ളു കുടിച്ച് നാശമായിരിക്കുകയാണ് എന്ന് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര വലുതാണ്. ഇനിയിപ്പോൾ അതിന് എത്ര കേസ് വരുമെന്നറിയില്ല. കാരണം അതിൽ ഡയറക്റ്റ് കയറി ഇടപെട്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അതെ, പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ അമ്പരന്ന് പോയി ഈ പ്രസംഗം കേട്ടിട്ട്. എന്താണിത്? 26 കോടി ജനസംഖ്യയാണ്. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. അതിനകത്ത് ഒരു 15 കോടി 10 കോടി യുവാക്കളുണ്ടെന്ന് വെച്ചോ. അതെ, 10 കോടി ആൾക്കാരെയാണ് കള്ളുകുടിയന്മാരെന്ന് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ UPയിൽ ഈ ജോലി ചെയ്യും പിടിക്കുകയൊക്കെ ചെയ്യുന്നവരെന്താ? അതോ അവരൊക്കെ 24 മണിക്കൂറും തണ്ണിയടിച്ച് ജോലി ചെയ്യുകയാണ്? ഈ ഏതോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധന്മാർ പ്ലസ് ഇവിടുത്തെ CPM നേതാക്കൾ ഇവരൊക്കെ ചേർന്നാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അജണ്ട ഒക്കെ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു ഇൻ്റർഫേസ് മാത്രമാണ് ജയറാം രമേശ്. ഈ സംഭവം മുഴുവൻ ടൂൾ കിറ്റ് സംഭവമാണ്. അതെ, എല്ലായിടത്തെയും പ്രസംഗം വിദേശത്താണ് തയ്യാറാകുന്നത്. അതുകൊണ്ട് ഈ ദളിത്, അദാനി ഇതുപോലത്തെ പുള്ളിയുടെ പ്രിയപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. കുറേ കാലം മുതൽ മുമ്പ് ഇത് അംബാനിയായിരുന്നു. അതെ, ഇപ്പോൾ ഒഴിവായി. ഓർക്കണുണ്ട്, അംബാനി ഇപ്പോൾ അധികം പരാമർശിക്കില്ല. നമ്മുടെ റഫാൽ കരാർ വന്നപ്പോൾ പുള്ളി ടാർഗറ്റ് അംബാനിയായിരുന്നു. അംബാനിയിൽ തന്നെ അനിൽ അംബാനിയായിരുന്നു. അനിൽ അംബാനിക്ക് 30,000 കോടി രൂപ നരേന്ദ്രമോദി വെറുതെ കൊടുത്തു. അനിൽ അംബാനി പറഞ്ഞു, ഇതൊന്നും വേണ്ട ചേട്ടാ, അനിൽ ഇരിക്കട്ടെ എന്ന്, എൻ്റെ ഒരു സന്തോഷത്തിന് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ കൊടുത്തു നിങ്ങേരി ഇവിടെ പ്രസംഗിക്കുമ്പോൾ അനിൽ അംബാനി പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യുക ഇംഗ്ലണ്ടിൽ. അനിൽ അംബാനി ചേട്ടൻ മുകേഷ് അംബാനി പിടിച്ച് കയറിപ്പോയി. അനിയൻ പാപ്പരായിപ്പോയി. ഇയാൾ പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോഴാണ് ഇവിടെ പറയുന്നത് 30 കോടി രൂപ ചുമ്മാ കൊടുത്തു. 30,000 കോടി. ഇത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി അംബാനി ചിലവാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അദാനിയെ കയറി പിടിച്ചത്. അദാനിക്ക് 30 20,000 കോടിയേ ഉള്ളൂ. ഇത് ലോക്സഭയിലൊക്കെ പറഞ്ഞു 20,000 കോടി കൊടുത്തു, 20,000 കോടി. എവിടെ കൊടുത്തു, എന്തിന് കൊടുത്തു, ആര് കൊടുത്തു, ഒന്നും അറിയാമില്ല. എല്ലാം ഫോറിനിൽ റിപ്പോർട്ട് വരും. ഹിൻഡൻബർഗ് അതുകൊണ്ട് പോയിട്ട് സുപ്രീം കോടതി ഇപ്പം അങ്ങോട്ട് മലമറിക്കുന്നു. എന്താ അവസാനം? ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് OCCRP ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശാന്ത് ഭൂഷൺ കയറി ചൂടായി. ആ കേസ് ഫയൽ ചെയ്യിച്ചത് ഒരു 3rd ഇയർ LLB സ്റ്റുഡൻറ്റിനെ കൊണ്ടാണ്. അപ്പോൾ കോടതി ചോദിച്ചു, ആര് ഈ പെറ്റീഷണർ ആരാ? 3rd ഇയർ LLB സ്റ്റുഡൻറ്റ്. 3rd ഇയർ LLB സ്റ്റുഡൻറ്റിന് OCCRPയുടെ റിപ്പോർട്ട് പഠിച്ച് അത് അദാനിക്കെതിരെ ഒരു കേസാക്കാനും മാത്രമുള്ള എന്താ അയാൾക്കൊരു ആ പ്രായത്തിലൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രോപ്പർലി ആൻസർ ചെയ്യാൻ പ്രശാന്ത് ഭൂഷൺ ഒന്ന് വിഷമിച്ചു. അപ്പോൾ OCCRP എന്താണെന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാർ പറഞ്ഞു, OCCRP ഞങ്ങൾ പറഞ്ഞുതരാം.
OCCRP റിപ്പോർട്ടിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു NGO ആണ്. ആ NGO നടത്തുന്നത് പ്രശാന്ത് ഭൂഷണാണ്. അത് ശരി. ഞാനൊരു കമ്പനി നടത്തി അതിനകത്ത് കുറേ റിസർച്ചേഴ്സിനെ വയ്ക്കുക, അവർ ചില ലേഖനങ്ങളൊക്കെ എഴുതുക. ആ ലേഖനങ്ങൾ എടുത്തിട്ട് വിദേശത്ത് സുനിലിൻ്റെ ഒരു കമ്പനിയുണ്ട്, അവിടെ വലിയ വിദഗ്ധന്മാരൊക്കെയുണ്ട്. ഈ ലേഖനങ്ങൾ അവരെടുത്തിട്ട് അന്യോന്യം കോട്ട് ചെയ്തിട്ട് റെഡിയാക്കി അവരൊരു റിപ്പോർട്ട് തരും. ഇതാണ് OCCRP. എന്നിട്ട് ആ റിപ്പോർട്ട് എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ പിടിച്ച് ഇവിടുന്ന് ഒപ്പിട്ടേ മോളെ എന്ന് പറയുന്നു, അവളെ ഒപ്പിടുന്നു, കൊണ്ടുപോയി കോടതിയിൽ ഫയൽ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വാദിക്കുന്നു OCCRPയുടെ റിപ്പോർട്ട്. ഇതെല്ലാം ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് നടക്കുകയാണ്. പാവം. ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ഡേ ആഫ്റ്റർ ഡേ പൊളിയുന്നു, അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മോദി അതേസമയം പച്ചയ്ക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പറയുന്നു. പുള്ളിയുടെ പ്രസംഗത്തിൽ ഈ ചോദ്യോത്തര രൂപത്തിലാണല്ലോ. ആപ്കോ പാനി മിൽ ഗയി ക്യാ, മിൽ ഗയി കി നഹീ മിൽ ഗയി, അല്ല മിൽ ഗയി, ബിജ്ലി ആയി കി നഹീ ആയി, ആ ഗയി. ഇവിടെയും ചോദിക്കുന്നു ബിജ്ലി ആയി കി നഹീ ആയി, ബിജ്ലി ആയി കി നഹീ ആയി. ഇങ്ങനെ. അപ്പോൾ വെള്ളം കിട്ടിയോ, കറണ്ട് കിട്ടിയോ, വെളിച്ചം കിട്ടിയോ, ഗ്യാസ് കിട്ടിയോ, അതിനെക്കുറിച്ച് പോസ്റ്റേ കയറുന്നു. മോദിയെ കാണാൻ പറ്റുന്നില്ല ജനക്കൂട്ടത്തിൽ. മോദി പറയുന്നു ബേട്ട നീച്ചേ ഉത്തർ, അതിൽ കറണ്ട് വലിച്ചിരിക്കുക, ഷോക്ക് അടിക്കും, മോളെ ഇറങ്ങും, താഴെ ഇറങ്ങി, ഞാൻ അങ്ങോട്ട് വരാം, ഞാനങ്ങോട്ട്, നീ താഴെ ഇറങ്ങ്, എന്നെ കാണാനില്ലേ വെപ്രാളം പിടിക്കുന്നത്. സെക്യൂരിറ്റിയൊക്കെ ഓടിപ്പോയി പെങ്കൊച്ചിനെ താഴെ ഇറക്കുന്നു. മനുഷ്യരുമായിട്ട് സംവദിക്കുന്നു. ഇൻ്റർനാഷണൽ കാര്യങ്ങൾ, ഹിൻഡൻബർഗ്, OCCRP, ഇതൊന്നും മോദി പറയാറില്ല. അരി, ഉഴുന്ന്, പച്ചക്കറി, ഗ്യാസ്, വൈദ്യുതി, വെള്ളം, റോഡ്, ഇതൊക്കെ ഉണ്ടോ മക്കളെ എല്ലാവർക്കും? ഇതെല്ലാവർക്കും വേണ്ടതാണല്ലോ. നക്സലൈറ്റ് വേണം, പോപ്പുലർ ഫണ്ട്, കുടിവെള്ളം എല്ലാവർക്കും വേണ്ടേ? ഇവന് സിന്ദാബാദ് വിളിക്കണമെങ്കിൽ വെള്ളം കുടിക്കണ്ടേ? ഈ വെള്ളം കൊടുക്കാനുള്ള ഏർപ്പാട് ആരാ ചെയ്യണ്ടേ? അത് മോദി ചെയ്യണം. ജൽ ജീവൻ മിഷൻ. ഇവിടെ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാമാസം വന്ന് ഒരു ബില്ല് എഴുതി തന്നിട്ട് പോവുക എന്നുള്ളതല്ലാതെ വെള്ളം വന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഉത്തരവാദിയല്ല. അറിയാമോ? എറണാകുളം കോർപ്പറേഷനൊക്കെ ആലോചിച്ചു, ഈ വെള്ളം വന്നില്ല എന്ന് വെച്ചോ, ആളുകൾ വിളിക്കുന്നത് എന്തെങ്കിലും ഉത്തരവാദിത്വമുള്ളവനാണെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ വിളിക്കും, അല്ലെങ്കിൽ MLA വിളിക്കും, ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിക്കും. പക്ഷേ വാട്ടർ അതോറിറ്റിയിൽ വിളിക്കില്ല. വാട്ടർ അതോറിറ്റിയിൽ അങ്ങനെ ഒരു വിളിക്കുകയോ അതിന് മറുപടി പറയുകയോ ചെയ്യുന്ന ഉത്തരവാദിത്വം അവർക്കില്ല. പിന്നെ എന്ത് വാട്ടർ അതോറിറ്റി? കാശ് വാങ്ങാൻ മാത്രം ഒരു അതോറിറ്റി. എന്നിട്ട് അതിൻ്റെ ബില്ലിങ്ങിന് എൻ്റെ വീട്ടിലൊക്കെ വരുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ഈ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് പോയി റീഡിങ് എടുത്ത് ബില്ലെഴുതി കൊടുക്കാനായിട്ട്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല അവർ, ഏജൻസിയാണ്. KSEBിയുടെ മീറ്റർ റീഡർ കോൺട്രാക്ടറാണ്. KSEB ജീവനക്കാരൊന്നുമല്ല നമ്മുടെ വീട്ടിൽ വന്ന് റീഡിങ് എടുക്കുന്നത്, കോൺട്രാക്ടർമാരാണ്. ഇവരൊന്നും ഒരു തൊഴിലും ചെയ്യാതെ ആഫീസിൽ സന്തോഷമായിട്ടിരിക്കും. അത് സബ് കോൺട്രാക്റ്റ് കൊടുക്കും. നാളെ നോക്കിയോ, വില്ലേജ് ഓഫീസ് സബ് കോൺട്രാക്റ്റ് കൊടുക്കും, ജില്ലാ കളക്ടർ ഒരു സബ് കോൺട്രാക്റ്റ് കൊടുക്കും. ജില്ലാ കളക്ടർ എവിടെയെന്ന് ചോദിച്ചാൽ പുള്ളിയില്ല, പക്ഷേ ആളുണ്ട്. ആ കസേരയ്ക്ക് വരുമോ? മുഖ്യമന്ത്രിക്ക് ഇപ്പം തന്നെ ഉണ്ടല്ലോ, വേറെ ആണല്ലേ. ബാക്കി ഇത് ഷോ, പുള്ളി മുഖാമുഖം ഇങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ മുഖാമുഖം പോലത്തെ ഒരു ഏർപ്പാടൊക്കെ നടത്തി 20 ലക്ഷം രൂപ യുവാക്കളുമായിട്ടുള്ള മുഖാമുഖത്തിന് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കൊടുക്കണ്ടേ? ഇതിനൊക്കെ ചിലവില്ലേ? കാശില്ല സർക്കാരിന്. ആര് പറഞ്ഞു? ഇതിനൊക്കെ കാശുണ്ട്. നിങ്ങളുടെ പെൻഷൻ കിൻഷനൊക്കെ അതിന് വേറെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്. അത് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുക. പെൻഷൻ ഒരു കമ്പനിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തു, മാസം തോറും പെൻഷൻ കൊടുത്തോളൂ. ഈ ടി ഇപ്പോൾ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി UPയിലെ ചെറുപ്പക്കാരൊക്കെ കള്ളുകൂടിയന്മാരെന്ന് പറഞ്ഞ്, രാഹുൽ ഗാന്ധി രണ്ടെണ്ണം അടിക്കുന്ന ആളല്ലേ? എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചില ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അല്ല, അത് ഇപ്പോൾ ഒരാൾ കുടിക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അല്ല, ഇനി കുടിച്ചാൽ അത്ര വലിയ തെറ്റാണ് എന്നും ഞാൻ പറയില്ല. അപ്പോൾ പിന്നെ ഇത്തരം ഒരു പരാമർശമൊക്കെ നടത്തി ഈ ചെറുപ്പക്കാരെയൊക്കെ അല്ല, ഈ രാഹുൽ ഗാന്ധി കുടിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാനത് പറയില്ല. ഇനി കുടിച്ചാൽ അതൊരു അപരാധവുമല്ല. പക്ഷേ ഒരു സംസ്ഥാനത്തെ ചെറുപ്പക്കാരെ മുഴുവൻ കള്ളുകുടിയന്മാരെന്ന് ജങ്കീസ്. അല്ല, രാഹുൽ ഗാന്ധി അത്രയല്ലേ പറഞ്ഞു. കേരളത്തിൽ ചില ആളുകൾ പറഞ്ഞത് ഗൗരവം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് UPക്കാർ, അതുകൊണ്ടാണ് BJP ജയിക്കുന്നതെന്ന്. അതൊക്കെ UP പോയി കാണാനിട്ടാണ്. ഞാൻ എത്രയോ വർഷം മുമ്പ് ഈ മഹാരാഷ്ട്ര, ഒറീസ, ഉത്തർപ്രദേശ് പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് ഗ്രാമപ്രദേശത്തിൽ പോയി താമസിച്ചിട്ടുണ്ട്.
ഈ പറയുന്ന ഒരു കുഴപ്പവും ഞാനിവിടെ കണ്ടിട്ടില്ല. ജാതീയതയുടെ ഒരടയാളമെങ്കിലും ത്രൂ ഔട്ട് ഞാൻ 32 വർഷം ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഒരു ജാതീയതയുടെ ഒരു അടയാളം കണ്ടത് തമിഴ്നാട്ടിലാണ്. അതും ഒരു അടയാളം. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ സംഗതിയൊന്നും എനിക്ക് മനസ്സിലായി. അവനുമായിട്ട് പെരുമാറ്റത്തിൽ ചെറിയൊരു ജാതി ചിന്തയുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. 140 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടല്ലോ ചിലയിടത്ത് ഉണ്ട്. ഇതിപ്പോൾ മലയാളി ഇത് സമർത്ഥമായിട്ട് നേടി. എങ്ങനെയാണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയായിരിക്കുന്നത്? ഡ്രോയിങ് റൂമിൽ. അതെ. അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. സുഖമായിട്ട് നമുക്ക് ജാതി നടപ്പിലാക്കാം. ഇതൊരു കോമൺ പ്ലേസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു നമ്മുടെ ഡ്രോയിങ് റൂം. അത് കണ്ട പത്രാതി സർവാണിയൊക്കെ വരുന്നു. ബട്ട് എൻ്റെ ബെഡ്റൂം, എൻ്റെ അടുക്കള, എൻ്റെ ഡൈനിങ് റൂം ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ അത് എൻ്റെ ജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെയാണ്. അതൊരു പ്രൈവസിയുടെ പ്രശ്നമല്ലേ? പ്രൈവസിയുടെയും പ്രശ്നമുണ്ട്, കൂട്ടത്തിൽ ജാതിയുമുണ്ട്. സുനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡ്രോയിങ് റൂമിലിരിക്കും. സുനിൽ അകത്തേക്ക് വരാൻ ശ്രമിക്കുക പോലുമില്ല. അതെ. അതേസമയം എൻ്റെ ചേട്ടൻ വരികയാണെങ്കിലോ ഞാൻ അകത്തിരുന്നുകൊണ്ട് ചേട്ടാ കയറുവാ എന്ന് പറയും. ചേട്ടൻ എൻ്റെ ബെഡ്റൂമിലോ അടുക്കളയിലോ എന്താ ഈ ഉച്ചയ്ക്കൂടെ എന്താ പരിപാടി എന്ന് ചോദിച്ച് കയറി വരും. കാരണം ചേട്ടൻ സെയിം ജാതിയാണ്, സുനിൽ വേറെ ജാതിയുടെ പ്രശ്നം കൊണ്ടുകൂടി അല്ലേ ഇതൊക്കെ ഉണ്ടാവും അതിൽ. ബട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നുമില്ലാതെ ജാതി വ്യവസ്ഥ ഭംഗിയായിട്ട് വീട്ടിൽ കൊണ്ടു നടക്കാം. ഇത് ഇൻറ്റിമസിയാണ്, പ്രൈവസിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറയാം. ഇത് ജാതിയാണെന്ന് ഞാനും കൂടെ പറയും. ആ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. സുഖമായിട്ട് നടപ്പിലാക്കരുതോ? ആക്കിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൽ നിറച്ച് പുണ്യവാളന്മാരും ബാക്കിയുള്ളവരൊക്കെ തല്ലിപ്പുള്ളികളാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കേരളത്തിനെ പോലെ ഇത്ര മറച്ചു പിടിച്ച് സമർത്ഥമായിട്ട് ജാതി ചിന്ത കൊണ്ടുപോകുന്ന ആൾക്കാർ അപൂർവമാണ്. നമ്മൾ ജാതി നോക്കാത്ത ഒരു കാര്യവും നമ്മുടെ പൊതുജീവിതത്തിലില്ല, നിത്യജീവിതത്തിലില്ല. അല്ല, നോക്കൂ, ഇപ്പം സർക്കാർ തന്നെ ജാതി ചോദിക്കുമല്ലോ. അതെ. ഇപ്പം ജാതി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കുഴിയിൽ ചാടി. എൻ്റെ SSLC ബുക്കിൽ ജാതിയില്ല. എൻ്റെ അച്ഛൻ ജാതിയില്ലാത്ത ഒരു വര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. സന്തോഷം. ഞാൻ അടിച്ചു പൊളിച്ചങ്ങ് പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് ഉള്ള ആനുകൂല്യങ്ങളുണ്ട്. ഇതുകൂടാതെ കുമാരപിള്ള കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അന്നൊരു കമ്മീഷൻ വെച്ചിട്ട് മുന്നോക്ക വിഭാഗങ്ങളിൽ ഇത്ര ശതമാനം മാർക്കിൽ കൂടുതൽ കിട്ടിയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്. ഞാനും അപ്ലൈ ചെയ്തു. എന്നെ കോളേജിൽ ക്ലാർക്ക് വിളിപ്പിച്ചു. അതേ, ഇതിൽ ജാതി എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ല, പിന്നോക്ക ജാതിയുടെ ഒരു ആനുകൂല്യം ഞാൻ മേടിക്കുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ മുന്നോക്ക ജാതിയാണ്. മതം എഴുതിയിട്ടുണ്ട്, ഹിന്ദു. പിന്നെ മുന്നോക്കത്തിൽ ഏത് ജാതിയാണെന്ന് അറിഞ്ഞിട്ട് എന്ത് വേണം? എൻ്റെ ചോദ്യം ന്യായമല്ലേ? പുള്ളി പറഞ്ഞു, ചോദ്യമൊക്കെ ന്യായമാണ് മോനെ, പക്ഷേ ജാതി ഇല്ലാതെ സ്കോളർഷിപ്പ് കിട്ടില്ല. തർക്കിച്ചാൽ സ്കോളർഷിപ്പ് കിട്ടില്ല. അപ്പം ഞാൻ തളർന്നു പെട്ടു. ഞാൻ അച്ഛന് കത്ത് അയച്ചു. അച്ഛാ പൊളിഞ്ഞു, പണിപാളി. പിന്നെ ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രയാസം എന്താണെന്നറിയാം. ആദ്യം വില്ലേജിൽ ഇവിടെ തഹസിൽദാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. തഹസിൽദാർ ഇത് വില്ലേജിലേക്ക് അയക്കും. ഈ മനുഷ്യൻ്റെ ജാതി പരിശോധിച്ച് റിപ്പോർട്ട് അയക്കണം എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ഒരു 4-5 ചുറ്റുപാടുമുള്ള വീടുകളിൽ കയറി ചോദിക്കും, ഇവരേത് ജാതിയാണ് എന്ന് ചോദിക്കും. അവർ പറയുന്നത് വെച്ച് അവരുടെയൊക്കെ പേരുമൊക്കെ എഴുതി ഇന്ന പ്രകാരം എൻക്വയറി നടത്തിയതിൽ നിന്നും ഇയാൾ ഇന്ന ജാതിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് തഹസിൽദാർക്ക് അയക്കും. ആ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട് തഹസിൽദാർ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് തരും. ഇത് കൊണ്ടുപോയി ആ ക്ലാർക്കിൻ്റെ കാൽക്കൽ വെച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ക്ലാർക്ക് ചിരിച്ചുകൊണ്ട് പറയും, വാദമൊക്കെ കൊള്ളാം, നല്ല സ്മാർട്ടാണ്, ലോജിക്കൊക്കെ കൊള്ളാം, സ്കോളർഷിപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കൂടുതൽ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചു. ആകെ ഒരു ഇത് കിട്ടിയ ഇളവ് കിട്ടിയെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറെ അച്ഛന് പരിചയം ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് കണ്ട് വന്നതാണ്, പക്ഷേ സംഭവം അവർ ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ജാതി നന്നായിട്ടറിയാം, ഇനിയിപ്പോൾ അതിന് എൻക്വയറി ഒന്നും വേണ്ട. അപ്പുറത്ത് ഉള്ളതാരാ? കൊച്ചപ്പി, ഔസേപ്പ്, നാരായണൻ, രാഘവൻ, ഈ 4 പേരല്ലേ? അതെ, അവരുടെ വീട്ടുപേര്.
പുള്ളി ഈ വീട്ടുപേരുകളും പേരും ഒക്കെ എഴുതിയിട്ട് റെഡിയാക്കിയിട്ട് എൻക്വയറി റിപ്പോർട്ട് അപ്പം തന്നെ എഴുതി നേരെ ചേർത്ത് തഹസിൽദാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. ഇങ്ങനെ ഒരു ഇളവ് കിട്ടി പരിചയമുള്ളതുകൊണ്ട് അതിനകത്ത് നുണയൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞവർ തന്നെയാണ് അയൽവക്കക്കാർ. അവരോട് ചോദിച്ചാലും ഇതേ ഉത്തരം കിട്ടും. അതുകൊണ്ട് നുണ പറഞ്ഞു എന്ന് കുറച്ച് ഫാസ്റ്റാക്കി തന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ച് ഞാൻ സർക്കാരിൽ ജാതി ഇപ്പോഴും, പക്ഷേ SSLC ബുക്കിൽ ജാതിയില്ല. കാരണം ബുക്കിലേക്ക് എഴുതണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സമ്മതിക്കില്ല. മതമില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കും, ജാതിയില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതാണ് ജാതിയുടെ പിടുത്തം. എന്നിട്ട് ജാതി ബന്ധിതമായ എന്നൊക്കെ പറഞ്ഞ് എന്ത് മണ്ണാങ്കട്ടി നീ തന്നെയാണ് ബന്ധിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു ആനുകൂല്യം വേണ്ട, ഞാൻ ജാതി കൊണ്ടു നടക്കുന്നുമില്ല. ഞാൻ ഗുരുദേവൻ പറഞ്ഞ പോലെ ജാതി ചിന്തിക്കരുത്, ചോദിക്കരുത്, പറയരുത്. ഇതാണല്ലോ ഗുരുദേവൻ. ഇത് തന്നെ ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്നില്ല, ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു ആനുകൂല്യവും ഒരു ചുക്കും കിട്ടില്ല. പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി പഠിച്ച് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്ത് അവസാനം ജാതിയില്ലാതെ ജീവിക്കാൻ പറ്റാതെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് മുട്ടും നമ്മൾ. പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല, ആധാർ കാർഡ് തരില്ല, റേഷൻ കാർഡ് തരില്ല. അവിടെ ഇരിക്കുന്ന ക്ലർക്കുമാർ മുഴുവൻ ഇത് പറയും. നാരായണ ഗുരു മഹാൻ ഇതേ ഫോട്ടോ ഞങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ റേഷൻ കാർഡ് വേണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. അല്ല, അപ്പം നാരായണ ഗുരു അത് ഫോട്ടോ അല്ലേ? അല്ല ടീച്ചർ, നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് കേസുകൾ RSSനെ കുറിച്ച് പറഞ്ഞു, അതിന് മാപ്പ് പറഞ്ഞു. പിന്നെ സവർക്കർക്കെതിരെയുള്ള കേസുണ്ട്, പിന്നെ ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ കേസ്, സുൽത്താൻപൂരിലെ കേസ്, ഇങ്ങനെ കേസുകളിൽ നിരന്തരം കുടുങ്ങുകയാണ്. ഇതിൽ പഠിക്കില്ലേ? പഠിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫീഡ് ചെയ്ത പ്രസംഗങ്ങളാണ് നീ നടത്തുന്നത്. വല്ലവരും എഴുതി കൊടുക്കുന്ന പ്രസംഗം കാണാതെ പിടിച്ചും പഠിക്കാതൊക്കെയാണ്. പൂച്ചയെക്കുറിച്ച് പറയില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അത് പൂച്ചയല്ലേ, രാഹുൽ ഗാന്ധി അല്ലല്ലോ. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കും. അപ്പോൾ വീണുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂച്ച തീരുമാനിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.